ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഓർഗാനിക് പേസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. 100 ഗ്രാം ഹെന്ന പൗഡർ വെച്ചിട്ടാണ് ഇന്ന് കോൺസ് ഉണ്ടാക്കുന്നത്. അതിന് 100 ഗ്രാം ഹെന്ന പൗഡർ, 40 ഗ്രാം പഞ്ചസാര രണ്ടും കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചത് മിക്സ് ചെയ്യരുത്. കുറച്ച് ഒഴിച്ചിട്ടേ പൊടി മിക്സ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ച് നമുക്കത് ഒന്നിനും പറ്റാതെ ആയിപ്പോവും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് പാകമാക്കി എടുത്തിട്ട് അതിന് മുകളിലേക്ക് എസൻഷ്യൽ ഓയിൽ ഒഴിക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ വീഡിയോ കട്ടായിപ്പോയി, അത് കാണിക്കാൻ പറ്റാതായത്. അപ്പോൾ ഈ ഒരു പാകത്തിന് നമുക്കത് കുഴച്ചെടുത്തിട്ട് ക്ലീൻ റാപ്പ് വെച്ച് മൂടി വയ്ക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും എയർ കിടക്കാത്ത രൂപത്തിൽ മൂടി വെച്ചിട്ട് നമുക്കൊരു 6-8 മണിക്കൂർ റൂം ടെമ്പറേച്ചറിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ശേഷമുള്ളതാണിത്. അതിൻ്റെ കളറ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും, ബ്രൗൺ കളറ്, മുകളിൽ നല്ല ബ്രൗൺ കളറായിട്ട്. ഇനി നമുക്കിത് എടുത്തിട്ട് നല്ലോണം ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. ഈ സമയത്താണ് നമ്മൾ നല്ലോണം മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിതിലേക്ക് ഈ സമയത്ത് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതിൻ്റെ കളറ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നല്ല ബ്രൗൺ കളറായിരിക്കും, ഉള്ളിലേക്ക് നല്ല ഗ്രീൻ കളറാണ്. അപ്പോൾ ഇത് പാകമായിട്ടുണ്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചത്. അപ്പം ഇത് നമുക്ക് നല്ല ബീറ്റർ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. ഇപ്പം ബീറ്റർ ഇല്ലാത്തവർ വിസ്കോ അല്ലെങ്കിൽ സ്പാച്ചുലർ വെച്ചിട്ടോ കുറച്ചധികം നേരം ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ. മിക്സിങ് നല്ലോണം ചെയ്യണം, എന്നാലേ നമ്മൾ പേസ്റ്റ് നല്ല സ്മൂത്തായിട്ട് വരുള്ളൂ. അപ്പം ബീറ്ററുള്ളവർ ബീറ്റർ വെച്ചിട്ട് ചെയ്യുക, ഇല്ലാത്തവർ സ്പാച്ചുലർ വെച്ചിട്ട് നല്ലോണം ബീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പാകമായി വരുന്നത് കണക്ക് എങ്ങനെയെന്ന് വെച്ചാൽ, ഈ സ്പാച്ചുലർ വെച്ചിട്ട് ഇതിലേക്ക് ഇങ്ങനെ പൊക്കി നോക്കിയാൽ ഒരു 4 മീറ്ററോളം ഉയരത്തിൽ വരും. ഇത് നമുക്കിനി ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് നിറയ്ക്കാം. അപ്പോൾ ഇങ്ങനെ ഉയരമുള്ളൊരു കുപ്പി എടുത്തിട്ടുണ്ട്, അതിന് മുകളിൽ പൈപ്പിംഗ് ബാഗ് വെച്ച് ഷോക്സ് അതിന് മുകളിൽ ഇട്ട് കൊടുക്കുക. ഇപ്പം നീളമുള്ള ഷോക്സ് ആണെങ്കിൽ നമുക്കത് ചുരുട്ടിയിട്ട് അതിന് പാകത്തിനാക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇങ്ങനെ ലൂസാക്കി വെച്ച് കൊടുത്താൽ മതി. അതിലേക്ക് പേസ്റ്റ് നിറച്ച് എടുക്കുമ്പോൾ രണ്ടും കൂടി ഒരുമിച്ചെടുത്ത് നല്ല ട്വിസ്റ്റ് ചെയ്തിട്ട് നല്ല ശക്തിയിൽ വലിച്ചു കൊടുക്കണം. നല്ല പേസ്റ്റ് അതിലേക്ക് പൊയ്ക്കോളും. ഷോക്സിൽ അതിൻ്റെ കരട് ഉണ്ടാവും. ഇത് നമ്മൾ പേസ്റ്റ് നല്ല സ്മൂത്തായിട്ട് കരടൊന്നും ഇല്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്കിനി ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. നൈൽ കോണും ഓർഗാനിക് കോണും ആവശ്യമുള്ളവർ വാട്സാപ്പ് നമ്പറിൽ ഓർഡർ ആക്കാം.